അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ലൈവിൽ നടന്നിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം ഞാൻ മെയിനായിട്ട് ഈ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ലൈവിൽ നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എപ്പിസോഡിനകത്ത് ഇവരെങ്ങനെ ചെയ്യുന്നത്, ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എപ്പിസോഡിനകത്ത് 1 മണിക്കൂറായിട്ട് എല്ലാം ആഡ് ചെയ്ത് ഇടുന്നത് ഹോട്ട്സ്റ്റാറിനകത്ത്. അതുപോലെ ലൈവ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, വേണ്ടാത്ത കാര്യങ്ങൾ, അത് നമുക്ക് വേണ്ട. അതുകൊണ്ട് ഞാൻ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ലൈവിൽ നോക്കിയിട്ട് പറയുന്നത്. അപ്പം അത് താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ട് ചാനൽ ഫോളോ ചെയ്യാം. അപ്പം ലൈവിൽ നടന്നിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ അതിന് മുമ്പ് ഒരുപാട് ആൾക്കാർ കമൻ്റ് ഇടുന്ന കാണാം. കുറേ കമൻറ്റുകൾ ഞാൻ കാണാറുണ്ട്. PR ആണ്, അല്ലെങ്കിൽ ഇന്നയാളെ കുറ്റപ്പെടുത്തുന്നു, അന്നാളെ കുറ്റപ്പെടുത്തുന്നു, നെഗറ്റീവ് ആക്കുന്നതെന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ അനീഷിനെ നെഗറ്റീവ് ആക്കുന്നു, ഷാനവാസിനെ നെഗറ്റീവ് ആക്കുന്നു, അനുമോളെ നെഗറ്റീവ് ആക്കുന്നു എന്ന് പറയുന്ന കമൻ്റ് ഇടുന്ന ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉള്ള കാര്യം സീരിയസ് ആയിട്ട് ഞാൻ ഓപ്പണായിട്ട് തന്നെ പറയുവാണ്. എനിക്ക് ഈ 3 ആൾക്കാരെ എനിക്ക് ഇഷ്ടമാണ്. അനീഷിനെ ഇഷ്ടമാണ്. അനീഷിനെയൊക്കെ ഞാൻ ആദ്യത്തെ ഫസ്റ്റ് ഡേ കയറിയപ്പോൾ എനിക്ക് വെറുത്തൊരാളാണ് അനീഷിനെ. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ അനീഷിനെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ റീസൺ, ഇവരെയൊക്കെ ഇഷ്ടപ്പെടുന്നതിൻ്റെ റീസണും ഞാൻ പറഞ്ഞുതരാം. ഇപ്പം പല ആൾക്കാർക്കും പല കാഴ്ചപ്പാടായിരിക്കും. അവിടെ ജിസേലിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ആര്യനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, നിവിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. എന്തിനു പറയുന്നത്, അതുകൊണ്ട് ഒന്നും ചെയ്യാത്ത ഈ സാബുമാനെ പോലും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അനീഷിന് ഇഷ്ടമാണ്, ഷാനവാസിന് ഇഷ്ടമാണ്, അനുമോളെ ഇഷ്ടമാണ്, ഇപ്പം ജിഷനെയും ഇഷ്ടപ്പെട്ടു വരുന്നുണ്ട്. ഇപ്പം ഇവർ ഇത്രയും എനിക്ക് ഇഷ്ടമാണ്. അപ്പം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ദിവസമായി 50 ദിവസമായി സത്യസന്ധമായിട്ടുള്ള ഇവർ പ്രവൃത്തി. കാരണം ആൾക്കാരുടെ ക്വാളിറ്റി മറ്റുള്ളവരെ പോലെ ചീത്ത വിളിക്കുന്നില്ല, കുത്തിത്തിരിപ്പുണ്ടാക്കുന്നില്ല, മോശം വാക്കുകൾ പറയുന്നില്ല, വീട്ടിലുള്ളവരെ വെച്ചിട്ട് മോശം വാക്കുകൾ സംസാരിക്കുന്നില്ല, കൂടെ നിന്നിട്ട് ചതിക്കുന്നില്ല, കാല് വാരുന്നില്ല. ഒരു മനുഷ്യന് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റിയൊക്കെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാർ, ഈ അനുമോൾക്കായിക്കോട്ടെ, ഷാനവാസിനായിക്കോട്ടെ, അനീഷിനായിക്കോട്ടെ, ജിഷനായി, ഇവർക്കൊക്കെ ഉണ്ട്. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഇവരെ ഞാൻ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവരെ ഗെയിമും കാര്യങ്ങളും എല്ലാം ഞാൻ മനസ്സിലാക്കി വിലയിരുത്തിയിട്ടാണ് ഇവർക്ക് എൻ്റെ സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവരെ എല്ലാവരും ഒരുപോലെ ഇഷ്ടമാണ്. ഇപ്പം ഇന്ന ആളെ ഇത്ര ഇഷ്ടമെന്നൊന്നുമില്ല, എല്ലാവർക്കും തുല്യമായിട്ടുള്ള സപ്പോർട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സപ്പോർട്ട് ചെയ്യും. കാരണം ഇവരെനിക്ക് ഇഷ്ടമാണ്. കാരണം ആ വീട്ടിൽ കുത്തിത്തിരിപ്പില്ല, ദേഷ്യമില്ല, മറ്റുള്ളവർക്ക് എല്ലാവരും ഇവരൊക്കെ സ്നേഹമുള്ള, എന്ന് വെച്ചാൽ ക്വാളിറ്റി ഉള്ള, ഇവരുടെ ലൈഫിൽ എങ്ങനെയാണോ ഇവർ ജീവിച്ചിരുന്നത് അതുപോലെയാണ് ഇപ്പോൾ ഇവർ ബിഗ് ബോസ് വീട്ടിനകത്ത് നിൽക്കുന്നത്. മനസ്സിലായോ? വായിന്ന് തെറിവാക്കൽ എന്ന് വെച്ചാൽ ഇവർക്കൊരു ബോധമുണ്ട്. ഇത് ഫാമിലി കാണുന്നതാണ്. എൻ്റെ ഒരു ഫാമിലി, ഇവിടുത്തെ ഒരു 100 ദിവസം കഴിഞ്ഞ് എനിക്ക് പുറത്തൊരു ലൈഫ് ഉള്ളെന്ന് വിചാരമുള്ള ആൾക്കാരാണ്. അല്ലാതെ ജിസേലിനെ പോലെ, ആര്യനെ പോലെ, നെവിനെ പോലെ, ഇവരെയൊക്കെ പോലെ ചീത്ത വിളിച്ചും കട്ട് നിന്നും മോഷ്ടിച്ച് നടക്കുന്ന ആൾക്കാരല്ല ഇവർ. അതുകൊണ്ടാണ് ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇനിയും സപ്പോർട്ട് ചെയ്യും. അപ്പം ഞാൻ എൻ്റെ ഓപ്പണായിട്ട് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഇനി ലൈവിൽ നടന്നിട്ടുള്ള അപ്പം നീവിൻ്റെ കാര്യം കൂടെ ഉണ്ട്, അതുകൂടെ ഞാൻ പറയാം. ലൈവിൽ നടന്നിട്ടുള്ള ഹൈലൈറ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ പറയാം. ഇന്ന് അനീഷ് ആദിലെ ഓപ്പൺ നോമിനേഷൻ ചെയ്തല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ആദിലേക്ക് അങ്ങോട്ട് നല്ല ചൊറിയ അങ്ങോട്ട് പിടിച്ചിരിക്കുവാണ്. ഈ അനീഷിനെ കാണുമ്പോൾ എല്ലാം ചൊറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാണ്. ഇന്നത്തെ ലൈവിനകത്ത് മൊത്തം ആതിരയുടെ ചൊറി പരിപാടി എന്ന് വേണമെങ്കിൽ പറയാം. സത്യം പറഞ്ഞാൽ ബോറെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ആതില ഇതൊരു ഗെയിമാണ്, ഇൻഡിവിജ്വലായിട്ട് മാത്രമാണ് ഇവിടെ കളിക്കാൻ പറ്റുന്നത്. ഇപ്പം എല്ലാവരും അവിടെ ചിലപ്പം ഫ്രണ്ട്ഷിപ്പ് കോംബോ കളിക്കും, ചിലപ്പം അങ്ങനെ പല പല ഗ്രൂപ്പ് കളിക്കും. എങ്കിൽ തന്നെയും ടൈറ്റിൽ വിന്നർ ഒരാളാണ് ആവുന്നത്. അപ്പം ഇവിടെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് കളിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ചീപ്പ് പരിപാടിയാണ്. അതാണ് ഇപ്പോൾ ലൈവിൽ ഈ ആതില കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അനീഷ് നോമിനേറ്റ് ചെയ്തത് മുതൽ ആദിലയുടെ കുരു അങ്ങോട്ട് പൊട്ടിയിരിക്കുവാണ്, ചൊറിഞ്ഞിരിക്കുവാണ് അനീഷിനെ കാണുമ്പോഴെല്ലാം. അനീഷിൻ്റെ അടുത്ത് ചോദിക്കുവാണ്, അനീഷ് ഷാനവാസിനെ മാത്രം മതിയോ നിനക്ക് ഫ്രണ്ടായിട്ട്, ഞങ്ങളെയൊന്നും വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അനീഷിനെ ഇട്ടങ്ങ് ചൊറിഞ്ഞുകൊണ്ടങ്ങ് ഇരിക്കുവാണ്. നീ എന്നെ ഒരു പെങ്ങളായിട്ടങ്ങ് എടുത്തോ, പെങ്ങളായിട്ടങ്ങ് കണ്ടോ. അപ്പം അനീഷ് പറഞ്ഞിട്ട്, എനിക്ക് പെങ്ങളും വേണ്ട, പിടക്കോണിയും വേണ്ട, എനിക്കൊന്നും വേണ്ട, എനിക്ക് ഇങ്ങനെ അങ്ങ് പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നുണ്ട്, ഷാനവാസ് ധരിച്ച് ഈ എന്തെങ്കിലും അവിടെ ഗെയിം പ്ലാനോ എന്തെങ്കിലുമൊക്കെ അവർ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ഷാനവാസ് ഞാനും കൂടെ കേൾക്കട്ടെ എന്താ നിങ്ങൾ പറഞ്ഞത്. അപ്പം ഷാനവാസ് വരുന്നതാണ്. ഇപ്പോഴേ അനീഷ് പറയുന്നുണ്ട്, ഷാനവാസെ വിട്ടോ, ഇത് നമുക്ക് പറ്റിയ ഏരിയ അല്ല, വിട്ടോ, ചൊറിത്തവളയുടെ ഏരിയ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് നൈസായിട്ട് അവിടെ ആ ഒരു രസകരമായിട്ട് അത് അവിടെ ക്ലോസ് ചെയ്തങ്ങ് തീർത്ത്. സത്യം പറഞ്ഞുകൊണ്ടല്ലോ, ഈ ആദില ഇന്ന് ഫുള്ള് ചൊറിയായിരുന്നു. ചൊറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേ അറ്റത്തെ ചൊറിയായിരുന്നു. കാരണം ഒരാൾ നോമിനേഷനൊക്കെ ചെയ്തെന്ന് വെച്ചാൽ, അപ്പം ഇത് മാത്രമല്ല, ഇപ്പം ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നൊരു സമയത്ത് ആദില അവിടെ നിന്നൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇവരെന്താ സംസാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇന്ന്
ആസിഫ് അലി അതുപോലെ ജിത്തു ജോസഫ് ഒക്കെ വന്ന സമയത്ത് അതിമനോഹരമായിട്ട് ഈ അനീഷ് ഒരു കഥ പറഞ്ഞു. അപ്പോൾ ഓൾറെഡി പുള്ളിക്കാരൻ എഴുത്തുകാരനാണ്, ഒരു ബുക്കൊക്കെ പുള്ളിക്കാരൻ എഴുതിയിട്ടുണ്ട്. അപ്പം പുള്ളിയുടെ ഇൻസ്റ്റയിലൊക്കെ കിടപ്പുണ്ട്, ഞാൻ അതൊക്കെ കണ്ടായിരുന്നു. അപ്പം ഈ ഷാനവാസ് പറയുന്നുണ്ട്, നിനക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് എന്ന് പറയുന്നുണ്ട്. കാരണം ഇത്രയും വലിയൊരു ഡയറക്ടറുടെ മുമ്പിലും അതേപോലെ ഇവരെയൊക്കെ മുമ്പിൽ നിനക്ക് കിട്ടിയൊരു ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ ഒരു കഥ പറയാനും നിനക്ക് കിട്ടിയൊരു അവസരമാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അനീഷ് പറയുന്നുണ്ട്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ലൈഫിൽ ഒരു കോമണറായിട്ട് വന്നിട്ട് ഇതുപോലെയൊക്കെ ഒരു ഭാഗ്യം കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പുള്ളിക്കാരൻ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എനിക്ക് ഇത് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അനീഷ് പറയുന്നുണ്ട്, കാരണം ഇവിടുത്തെ ഓരോ സാധനങ്ങൾ ഇപ്പം ആസിഫ് അലി വന്നപ്പോഴത്തേക്ക് ഈ അനീഷിന്റെ ഡയലോഗ് വെളി ഫേമസ് ആണെന്ന് പറഞ്ഞ അതുപോലെ ഈ സാബുമാന്റെ ചിരിയൊക്കെ വെളിയിൽ ഫേമസ് ആണെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഇത് അത് മാത്രമേ ഉള്ളൂ. സാബുമാന് വേറെ ഒന്നുമില്ല എൻ്റെ കാഴ്ചപ്പാടിൽ. ഈ വട്ടവും സേഫ് ആയല്ലോ, നിവിനും സാബുമാനും സേഫായി. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സേഫ് കളിയാണ് ഇവർ കളിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉള്ള ആൾക്കാരെ വെച്ചിട്ട് സാധാരണക്കാരാണ്. ഇനിയിപ്പം എല്ലാ സീസണിലും പോലും ബിഗ് ബോസ് അടുത്ത ആഴ്ച ഇവരെ പിടിച്ച് നോമിനേഷന് ഡയറക്റ്റ് ഇടാനുള്ള പരിപാടി, ലാലേട്ടൻ ഇടാനുള്ള പരിപാടിയുണ്ട്. ബിഗ് ബോസ് ഡയറക്ടർ നിർദ്ദേശം കൊടുക്കും, ലാലേട്ടൻ പിടിച്ച് നിങ്ങളെ ജനങ്ങൾക്ക് ഇഷ്ടമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഇട്ടേക്കാന്ന് പറഞ്ഞ് മിക്കവാറും പിടിച്ചിട്ടും കേട്ടോ. അല്ലാതെ ഈ സാധനങ്ങളെയൊന്നും ഒരു മനുഷ്യനും അവിടെ നോമിനേറ്റ് ചെയ്യത്തില്ല. അപ്പം സാബുമാന്റെ ചിരി പുറത്ത് ഇത്രയും ഫേമസ് ആയെങ്കിൽ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ജനങ്ങൾ അതിൽ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ മനസ്സിലാക്കും. അപ്പം ഇതൊക്കെ ഒരു ഭാഗ്യമാണെന്നുള്ള രീതിയിലാണ് അനീഷ് അവിടെ സംസാരിക്കുന്നത്. അപ്പം ആദിൽ അവിടെ നിന്നിട്ട് വിളിച്ചു പറയാം, മടിയൻ മല ചുമക്കൂന്ന്. ഇനിയിപ്പം അടുത്ത വട്ടം ഇവൻ ഇതും പറഞ്ഞിട്ടായിരിക്കും എന്നെ നോമിനേറ്റ് ചെയ്യുന്ന എന്ന് യാതിൽ പറയുവാണ്. അപ്പൊ ഇത് കേട്ടിട്ട് ഷാനവാസ് ആദിലയുടെ വായടപ്പിച്ച് തന്നെ കൊടുത്തു. കാരണം ഇതൊരു ഗെയിമാണ്. അടുത്ത ആഴ്ച ചിലപ്പം അടുത്ത ആഴ്ചത്തെ പെർഫോമൻസ് വെച്ചിട്ട് ചിലപ്പം അവനെ ഇഷ്ടമുള്ള ആൾക്കാർ അവൻ നോമിനേറ്റ് ചെയ്യും. ഇതൊരു ഗെയിമാണ്, ഓരോ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനിപ്പോ എന്താണ് ഇപ്പൊ അടുത്ത ആഴ്ച ചിലപ്പോൾ എന്നെ നോമിനേറ്റ് ചെയ്യും, അതിനിപ്പോ എന്താണ് കുഴപ്പമെന്ന് പറഞ്ഞിട്ട് ഷാനവാസ് ആദിലയുടെ അടപ്പിച്ചു കൊടുത്തു. സത്യം പറഞ്ഞാൽ ഈ ആദിലുണ്ടല്ലോ ചൊറിഞ്ഞില്ല ചൊറിത്തവളെക്കാളും കഷ്ടമായിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പം ഷാനവാസ് ഈ ഒരു വിഷയം സോൾവ് ആക്കിയോണ്ട് വീണ്ടും ചൊറിച്ചിൽ കൂടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ആദിലയാണ് ഇതിനകത്ത് പെടുന്നതും ഈ ഒരു വിഷയം കൊണ്ടിട്ട് ഇത്ര പ്രശ്നമാക്കിയതും ആദിലയാണ്. എന്തായാലും ആദിലയുടെ പഴയ ഒരു ക്യാരക്ടറോട്ട് വീണ്ടും വരുന്നുണ്ട്, ചൊറിയൻ തവളയുടെ ക്യാരക്ടറോട്ട്. അപ്പം അനീഷ അവിടെ നിന്നിട്ട് ഷാനവാസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, കൂൾ മാൻ. അപ്പം ഷാനവാസ് പറയുന്നുണ്ട്, ഐ ആം ആൾവേസ് കൂൾ. സത്യം പറഞ്ഞാൽ ഇവരെ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ, പൊളിയാണ്. ജെന്യൂൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അനീഷ് ഷാനവാസിനെ ചതിക്കും, അല്ലെങ്കിൽ ഷാനവാസ് അനീഷിനെ ചതിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇവർ നല്ല അടിപൊളി ഒരു ഫ്രണ്ട്ഷിപ്പ്. കാരണം ഇവർ ചതിക്കുകയെന്നുണ്ടെങ്കിൽ ഇവർ ഈ 50ാമത്തെ എപ്പിസോഡ് വരെ നമുക്ക് വിലയിരുത്താം. കാരണം ഇവർ ജെന്യൂൻ ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്. കാരണം ഇവർ മറ്റുള്ള ആൾക്കാരെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നില്ല, കള്ളം പറയുന്നില്ല, അതുപോലെ അങ്ങനെയൊന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. അപ്പം അതിലൂടെ മനസ്സിലാക്കുക ഇവർ ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരാണ്. അതല്ല, ഷാനവാസൊക്കെ ഒരു പച്ചയായിട്ടുള്ളൊരു മനുഷ്യനാണ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അനീഷ് ആയിക്കോട്ടെ, ഇപ്പം ഇവരൊക്കെ ഒരു പച്ചയായിട്ടുള്ള മനുഷ്യന്മാരാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ ഇവരെ PR ടീമും GR ടീമും ഇവരെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടൊന്നും അല്ല. സത്യം പറഞ്ഞാൽ ഇന്ന് അനീഷ് നോമിനേറ്റ് ചെയ്തതിൽ ആദിലയ്ക്ക് നല്ലൊരു ചൊറിച്ചിലും ഉണ്ട്, പുള്ളിക്കാരി ഒന്ന് ഇതായിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ ഇപ്പം അനീഷ് ഇന്ന് ഒറ്റയ്ക്ക് അവിടെ കിച്ചണിൽ നിന്ന് പാത്രം കഴിയുന്ന സമയത്ത് ആദിൽ അവിടെ പോയി കിടക്കുവാണ്, ഒരു ജോലിയും ചെയ്യാതെ ഒന്നും ചെയ്യാതെ പോയി കിടക്കുവാണ്. അപ്പം ഷാനവാസ് വന്ന് പറയുന്നുണ്ട്, ആദിൽ പന്ന പരിപാടിയാണ് കാണിക്കുന്നത്, പോയി ഒന്ന് സഹായിച്ചോട് പാത്രം കഴിയുമെന്നൊക്കെ പറഞ്ഞിട്ട് പോലും പുള്ളിക്കാരി അനങ്ങുന്നേ ഇല്ല. അപ്പോൾ അനീഷ് അവിടെ പോയി ഒറ്റയ്ക്ക് ഇന്ന് പാത്രം കഴിയുന്നു. ഇന്ന് സത്യം പറഞ്ഞാൽ ജിഷിനെയൊക്കെ നോമിനേറ്റ് ചെയ്ത് സാബുമാനൊക്കെ വെൽ പ്ലാനഡ്. സാബുമാൻ ഇപ്പം ഗ്രൂപ്പിലോട്ട് അങ്ങ് ആയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഗ്രൂപ്പിലോട്ട് കയറി അക്ബറിന്റെ അതുപോലെ ഒനീലിന്റെ ഒക്കെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരെ ഗ്രൂപ്പിലോട്ട് സാബുവും കയറിയിട്ടുണ്ട്. അപ്പം വെൽ പ്ലാനഡ് ആയിട്ടാണ് ഈ സാബുമാനൊക്കെ ഇന്ന് ഓരോ ആൾക്കാരെ ഇത് നോമിനേറ്റ് ചെയ്തത്. സത്യം പറഞ്ഞാൽ അവിടെ നിൽക്കാനൊന്നും ഒരു അർഹതയില്ലാത്ത ആൾക്കാരാണ് ഈ സാബുമാൻ, അതുപോലെ മറ്റേ നെവിൻ. എപ്പോഴും കട്ടെടുത്ത് തീറ്റിയാണ്. ഇന്നലെ അത് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ കണ്ടില്ലേ, അവിടെ ഇരിക്കുന്ന സമയത്ത് പോലും ഒരു പറ ചോറ് കഴിച്ചിട്ടാണ് വന്നിരുന്നിട്ട്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുകയും ചെയ്തതാണ്, മോനെ എപ്പം കഴിക്കാനെങ്ങാനും പോയത്. ലാലേട്ടന് പോലും ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ നിവൃത്തികേട് കൊണ്ട് പിന്നെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ വല്ല കമ്മ്യൂണിറ്റിയുടെ ബോർഡ് പിടിച്ചുകൊണ്ട് കുറേ ആൾക്കാർ വരുമല്ലോ. അതുകൊണ്ടാണ് പിന്നെ ലാലേട്ടനെ ഒന്നും പറയാതിരിക്കുന്നത്. അപ്പം എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം